മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഞാൻ റവറൻഡ് സതീഷ് ലാൽ അച്ഛനാണ്. അച്ഛൻ, ഓക്കെ. അച്ഛൻ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ കാട്ടാക്കട. കാട്ടാക്കട. അച്ഛാ, പേരൊന്നും കൂടി ഒന്ന് പറയാമോ? സതീഷ് ലാൽ. സതീഷ് ലാൽ, ഓക്കെ ഓക്കെ. ഏത് ചർച്ചിലായിരുന്നു? CSI ആണല്ലേ? ഓക്കെ. ഫാമിലി ഒക്കെ എല്ലാരും കൂടെ ഉണ്ടോ? അവര് വൈഫ് സ്കൂളിൽ പോയി, പിള്ളേര് സ്കൂളിൽ പോയി. ആണല്ലേ? ഓക്കെ. മക്കളൊക്കെ എത്ര പേരാണ്? കേട്ടില്ല. മക്കളൊക്കെ എത്ര പേരാ? മക്കള് രണ്ടുപേരാ. മോനും മോളും. ശരി. സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാരും? അതെ അതെ, എല്ലാരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഓക്കെ. അച്ഛൻ സംഗീതമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വൈദികനാകുമ്പോ സംഗീതം മനസ്സിലാവുന്നതാണോ? അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേരെ ഒരു പാട്ട് പാടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ബ്ലെസ്സിങ് ആയിരിക്കും അത്. അതെ അതെ, ഞാൻ പാട്ടായിരുന്നല്ലോ, പാട്ടൊന്നും പാടാറില്ല, സംഗീതം ഇഷ്ടമാണ്. ശരി, അപ്പൊ ഞാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു പാട്ടിന്റെ പഴയ പാട്ട്, പഴയ ഗാനങ്ങള് കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട്. പഴയ പാട്ടിന്റെ ഒന്ന് രണ്ട് വരി. അതെ അതെ, പഴയ പാട്ടിന്റെ ആ ഒരു മാധുര്യം അത് വേറെ തന്നെയാ. അപ്പം തീർച്ചയായും അത് പാടിക്കും. ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകരെല്ലാം വെയിറ്റിംഗിലാണ് ആ ഒരു ഗാനം കേൾക്കാനായിട്ട്. കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. അച്ഛാ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. രാജാക്കന്മാരുടെ രാജാവേ, ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ എന്താ ഒരു ഗൂസ് ബംസ് എപ്പോഴും കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സന്തോഷമാണ്. അച്ഛൻ പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചാലേ. എന്തായാലും CSI അച്ഛനല്ലേ, എന്തെങ്കിലും ഒരു ഇത് കാണുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാ ധൈര്യമായിട്ട് പാടാൻ പറ്റും. അച്ഛൻ, ഇന്ന് നമ്മുടെ സ്വർഗവാണിയിലൂടെ അച്ഛന് കേൾക്കാനായിട്ട് ആഗ്രഹം തോന്നുന്ന ഒരു പാട്ട് പറയാമോ? നമ്മുടെ സ്വർഗവാണിയിലൂടെ കേൾക്കണം എന്ന ആഗ്രഹം തോന്നുന്ന ഒരു പാട്ടേ, അതോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് അച്ഛൻ ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്താൽ മതിയോ? അതെ അതെ, സ്പിരിച്വൽ സോങ്. ഒന്നുകിൽ ഞാനിപ്പോ പാടിയ പാട്ടോ അല്ലെങ്കിൽ ഒഴുകി ഒഴുകി ദൂരത്തെങ്ങോ പോയി. ഈ രണ്ട് പാട്ടിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങൾ അച്ഛന് വേണ്ടിട്ട് തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. അപ്പൊ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ അച്ഛാ. ഓക്കെ, കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായി. ഓക്കെ 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 ഫാദർ, ഓക്കെ, താങ്ക് യു. തോണി
ബ്ലെസ്സിങ് ആയിട്ടൊരു സോങ്. എന്തോ എപ്പോഴും പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും നമുക്ക് മുൻപുള്ളവർ പാടി ആ ഒരു ഫീൽ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. എന്തോ ഒരു പേടിയോ ആ ഒരു റെസ്പെക്റ്റ് തോന്നുന്നത് കൊണ്ടായിരിക്കാം. എന്തോ ബ്ലെസ്സിങ് ഒരു സോങ് ആണല്ലേ. ഈ പാട്ട് ചോദിച്ച പ്രിയ സതീഷ് അച്ഛനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അടുത്ത കോളേഴ്സ് എല്ലാം രാവിലെ തൊട്ട് നല്ല വെയിറ്റിങ്ങിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഏലിയമ്മ. ഏലിയാമ്മ. ഏലിയാമ്മ ആന്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ബാംഗ്ലൂരിൽ നിന്ന്. ബാംഗ്ലൂരിൽ നിന്ന്. ഏലിയാമ്മ ആന്റി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, ഇങ്ങനെ പോകുന്നു. ആന്റി, ഏലിയമ്മ എന്ന് കേൾക്കുന്ന ഒരു പേരിനോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്താണെന്നറിയാമോ? ഏലിയാമ്മ രാജു എന്ന് പറയുന്ന ഒരു എന്താ അനശ്വര ഗായിക ഉണ്ടായിരുന്നു നമ്മുടെ ക്രിസ്ത്യൻ ഡിവോഷണൽ ഫീൽഡിൽ. അനവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള എനിക്ക് എന്തായാലും ആ ആൻറ്റിയോട് പരിചയപ്പെടാനായിട്ടൊരു ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ പാട്ടുകൾ ലൈവായിട്ട് ആൻറ്റി പാടി കേൾപ്പിച്ചു. അയ്യോ, നമുക്കതൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏലിയമ്മ എന്ന് പറയുന്ന പേരിനോട് ഭയങ്കര ഞങ്ങൾക്കൊരു താല്പര്യം കൂടുതലാണ് കേട്ടോ. ആന്റി വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഞാൻ തനിച്ച. ആണല്ലേ? മക്കള്? എനിക്ക് ഒരാളുള്ളായിരുന്നു. മോനെ സൺഡേ സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോയപ്പോ ദൈവം ആ കുഞ്ഞിനെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെക്കാളുപരി. മോന് 10 വയസ്സേ ഉള്ളായിരുന്നു. പക്ഷെ എന്ത് നമ്മളുടെക്കാളും കൂടുതലായിട്ട് ഭർത്താവ് മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ആന്റി നമ്മുടെ സ്വർഗീയവാണി എന്നുള്ള പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ. എന്താണല്ലോ ആന്റി ഒത്തിരി പ്രത്യാശയേറിയൊരു വ്യക്തിയാണെന്ന് ആന്റിയുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ഒത്തിരി ധൈര്യമുള്ളൊരു ഹൃദയത്തിന് ഉടമയാണ് ഏലിയാമ്മ ആന്റി എന്നും മനസ്സിലായി. ദൈവം ഒത്തിരി ബലപ്പെടുത്തുന്ന ഒരു എന്താ പറയുന്നത് വുമൺ, അങ്ങനെ തന്നെ പറയാം, ഒരു സ്ട്രോങ് ലേഡിയാണ് എന്ന് മനസ്സിലായി. എനിക്കറിയാം ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ വന്നിട്ട് കൂടി അല്ലേ പതറാതെ നിൽക്കാനായിട്ട് ദൈവം കൃപ തന്നൊരു വ്യക്തിയാണ് അല്ലേ? അതെ അതെ അതെ, ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവരാണ്, ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒത്തിരി സ്നേഹിക്കുന്ന മക്കൾക്ക് ഒത്തിരി ഇതുപോലത്തെ പരീക്ഷകളൊക്കെ വരും അല്ലേ? എങ്കിലും നമ്മുടെയൊക്കെ അതാണ്. പക്ഷെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ദൈവം ആ സമയത്ത് നമുക്ക് ഒരു ശക്തി നൽകും. എന്തായാലും നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെയും മോനെയൊക്കെ ഒരു സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ആന്റി എന്തായാലും പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആന്റിക്ക് ഇന്നത്തെ ഞങ്ങൾ സ്വർഗവാണിയിലൂടെ പാടി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പറയാവോ? ആന്റി, ഞാൻ ആന്റിയോട് ചോദിക്കുന്നു, ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുന്നതിന് ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് പാട്ടൊന്നും അത്ര ഞാൻ കേൾക്കുന്നുള്ളൂ, എനിക്ക് പാട്ടാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്വർഗവാണിയിലൂടെ ആ പാട്ട് ആന്റിക്ക് പാടി തരുന്നതായിരിക്കും. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളാലും ആത്മീക ബലത്താലും നിറയ്ക്കട്ടെ. തീർച്ചയായിട്ടും ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ ആന്റി. ഓക്കെ. En priya Yeshuve
ഏലിയാമ്മേൻ്റെ ബലപ്പെടുന്ന പാട്ടിൻ്റെ വരികളാണ് അല്ലേ. ഘോര ഭയങ്കര കാറ്റും മലയും ജീവിതത്തിൽ വന്നപ്പോഴും കാക്കുന്ന കരങ്ങളെ ചേർത്ത് പിടിച്ച ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയ ഏലിയാമ്മേൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ വരികളൊക്കെ ഇനി നമുക്ക് പാടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് കടന്നാലോ? ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു, വെൽക്കം. ഇത് ആരാണ് വിളിക്കുന്നത്? ഞാൻ കാട്ടാക്കട പള്ളിയിലെ അച്ഛനാണ്, CSI പള്ളിയിലെ. CSI പള്ളിയിലെ അച്ഛാ, പേരൊന്ന് പറയാമോ? എന്റെ പേര് സ്വിംഗ്ലി. എന്തോ ഒന്നും കൂടെ? സ്വിംഗ്ലി, MS സ്വിംഗ്ലി. MS സിംഗ്ലി. അച്ഛാ, S ആണോ? MS സ്വിംഗ്ലി. SWINGLI. സ്വിംഗ്ലി. ഓ, ഓക്കെ ഓക്കെ. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ ഡേയില് ഇന്ന് ഞങ്ങളെ ആദ്യമേ വിളിച്ചതും ഒരു CSIയിലെ ഫാദറാണ് വിളിച്ചത്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു വൈദികന്മാരെല്ലാം ഇന്നൊരു ബ്ലെസ്ഡ് ഡേ ആണ്. പിന്നെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അച്ഛാ, വീട്ടിൽ ആരൊക്കെയുണ്ട്? മോനുണ്ട്. സ്വർഗവാണി നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഹലോ, സ്വർഗവാണി നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. പിന്നെ ആണല്ലേ. അച്ഛൻ ഒത്തിരി സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? ഓക്കെ അച്ഛാ, പിന്നെ ഒരു 2 വരി സോങ് നമുക്ക് സ്വർഗവാണി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി സോങ് പാടാമോ? ശരി, ഒന്ന് പാടിക്കളെ. ഓക്കെ. പുരോഹിതന്മാർക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒരു ഗാനം പാടാം. തീർച്ചയായിട്ടും എല്ലാ പുരോഹിതന്മാർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ. ഓക്കെ, പാടിക്കോ. മറന്നിടല്ലേ നീ ഒരു പുരോഹിതൻ, മരിക്കുവോളം നീ ഒരു സദ്വാർത്തകൻ. മറന്നിടല്ലേ നീ ഒരു പുരോഹിതൻ, മരിക്കുവോളം നീ ഒരു സദ്വാർത്തകൻ. പുരത്തിൻ തീര കാരകാവൽ പാടും പുരയും ഭദ്ര ദീപശിഖയായവൻ. മറന്നിടല്ലേ നീ ഒരു പുരോഹിതൻ, മരിക്കുവോളം നീ ഒരു സദ്വാർത്തകൻ. വളരെ മനോഹരമായ ഒരു ഗാനം. എല്ലാ പുരോഹിതന്മാര്, അതായത് നമ്മുടെ ഈ ഒരു മിനിസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ പുരോഹിതൻ എന്നല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് പാടാൻ പറ്റിയ ഒരു വളരെ മനോഹരമായ ഒരു ഗാനമാണ് അല്ലേ. നമ്മളെല്ലാം സ്വവാർത്താ ദൂതഗണത്തിൽപ്പെട്ടവരാണ്. അതെ, അപ്പൊ ഇത് എല്ലാവർക്കുമായിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഒത്തിരി ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ? ഓക്കെ, ഒത്തിരി സന്തോഷം. നമ്മുടെ സ്വർഗവാണിയിലെ പ്രേക്ഷകരെല്ലാം ഇതുപോലെ മ്യൂസിക്കിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പം അങ്ങനെ കേൾക്കുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. എക്സ്പെഷ്യലി ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. ഇനിയും ഒത്തിരി പാട്ടുകൾ എഴുതാനായിട്ട് ദൈവം അച്ഛനെ ബലപ്പെടുത്തട്ടെ. ഇന്ന് സ്വർഗവാണിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം പറയാമോ? ഞങ്ങൾ അച്ഛന് വേണ്ടി പാടേണ്ട ഒരു പാട്ട്. ഞങ്ങൾ അങ്ങോട്ട് പാടാൻ, ഞങ്ങൾ അച്ഛന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അച്ഛന് ഒരു സജഷൻ ഉണ്ടോ, അതോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് അച്ഛന് വേണ്ടി പാടിയാൽ മതിയോ? ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് പാടിയാൽ കൊള്ളാം. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു വർഷത്തിന്റെ ഒരു സോങ് ഞങ്ങൾ അച്ഛന് വേണ്ടി തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. അത് എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കുക. ഓക്കെ അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഓക്കെ.
സ്വിംഗ്ലി അച്ഛന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോങ് പാടിയത്. അദ്ദേഹം പറഞ്ഞത് എന്താ, പുരോഹിതന്മാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയത് നമ്മൾ കേട്ടു അല്ലേ. അപ്പം പുരോഹിതന്മാർ എന്നല്ല, ദൈവം സ്നേഹിക്കുന്ന സകലരെയും ദൈവം തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ട് നിർത്തിയിരിക്കുക അല്ലേ. അവൻ ഉടിക്കും പണിയും നല്ല പാത്രമായിട്ട്, കർത്താവിന് ഇഷ്ടമുള്ള പാത്രമായിട്ട് നമ്മളെ മെനയും, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്ത നല്ലൊരു കർത്താവ്. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് അവരെ ബോറടിപ്പിക്കണ്ട, നമുക്ക് നേരെ കോളറിലേക്ക് പോകാം. ഓക്കെ. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സാലി എന്നാണ്. സാലി, എവിടുന്നാ? മാവേലിക്കര. മാവേലിക്കര. ഓക്കെ, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് മാവേലിക്കര കേട്ടോ. ഞാൻ ഈ പ്രോഗ്രാം എപ്പോഴും കാണാറുണ്ട് കേട്ടോ. ഓ, ഞങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചേച്ചി വീട്ടിലാരൊക്കെ ഉണ്ട്? ഞങ്ങള് അമ്മച്ചിയുണ്ട്, ഭർത്താവും മോളും. ഭർത്താവും അമ്മച്ചിയും മോളും അല്ലേ. ഒരു സ്മോൾ ഫാമിലി, ഒത്തിരി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ്. ആണതെ. ഓക്കെ, അങ്ങനെ കേൾക്കുന്ന ഒത്തിരി സന്തോഷം. നമ്മള് കാരണം കർത്താവിന്റെ പുസ്തകത്തിൽ തന്നെ എല്ലാം പാട്ടുകളാണല്ലോ അല്ലേ. ദൈവത്തെ സ്തുതിക്കുന്ന യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടൊന്നുമില്ല, വൺ ഓഫ് അവർ ഫേവറേറ്റ് സോങ്. ഓക്കെ, ചേച്ചി ഒന്ന് പാടിക്കേ, ഞങ്ങൾ കേൾക്കട്ടെ. അയ്യോ, എനിക്ക് പാടാൻ അറിയത്തില്ല. ധൈര്യമായിട്ട് പാടിക്കോ, ഞങ്ങൾ രണ്ടും മാത്രമേ കേൾക്കത്തുള്ളൂ. എനിക്ക് അറിയത്തില്ല, എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെ ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടിട്ട് പാടാം അല്ലേ. ആ പരനെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ആ ഒരു എന്താ തീഷ്ണത ഞങ്ങൾക്ക് മനസ്സിലാവും ആ പാട്ട് ചോദിച്ചപ്പോ തന്നെ. ഹലോ ചേച്ചി, എന്തായാലും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യത്തിലും പതറിപ്പോകരുത്, ഒരു കാര്യത്തിലും ശക്തി ചോർന്നു പോകരുത്. നല്ല ധൈര്യമായിട്ട് ഏത് കാര്യത്തെയും ഫേസ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ ആൻറ്റി, ഗോഡ് ബ്ലെസ് യു. മാവേലിക്കരന്ന് സാലി ആൻറ്റിയാണ്. അതെ, സാലി ആൻറ്റി, സാലി ചേച്ചിയാണ്. സാലി ചേച്ചി ആ പരനെ എന്നുള്ള പാട്ട് ചോദിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. വൺ ഓഫ് അവർ ഫേവറേറ്റ് സോങ്. ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പ്രിയ കുടുംബത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ, അവരുടെ എല്ലാ അവസ്ഥകളിലും ദൈവം അവരെ സൂക്ഷിക്കട്ടെ. നമുക്ക് പാട്ടിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. വളരെ മനോഹരമായ പാട്ടാണ്. കർത്താവിൻ്റെ ആ പ്രത്യാശ ഉണർത്തുന്ന പാട്ടാണ്. സാലിയാൻറ്റിയുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു തീഷ്ണത, പരനെ നിന്നെ കാണുവാൻ ഞാൻ അധികമായിട്ട് കൊതിക്കുന്നു അല്ലേ. അല്ല, അന്നത്തെ ഈ പാട്ടൊക്കെ എഴുതുന്ന സാഹചര്യത്തിലുള്ള ആ വ്യക്തിയുടെ ആത്മദാഹമാണ് ഞാൻ ആ വരി കേൾക്കും. പരനെ നിന്നെ കാണുവാൻ എനിക്ക് അധികം കൊതിയുണ്ട്. അതാ, അതൊരു ഹോളി സ്പിരിറ്റിൻ്റെ ഒരു
ഭയങ്കരമായ ഒരു ഇടപെടലുള്ളൊരു സോങ്. നമ്മുടെ ഒരു സോങ് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല, എങ്കിലും അതിനൊക്കെ സ്പെഷ്യലായിട്ട് കുറേ സോങ്സ് ഉണ്ടല്ലോ, ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ചില വരികളുണ്ട്. അപ്പോൾ അതിനകത്തെ ഒരു മെയിൻ സോങ് ആണ് പരനെ നിന്നെ കാണുവാൻ, അല്ലേ? അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്, നമുക്ക് കോള് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. തോമസ് അങ്കിൾ എവിടെ നിന്ന് വിളിക്കുന്നത്? ഞാന് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി. ഓ, വടക്കാഞ്ചേരി കോഴിക്കോടോ? കോഴിക്കോട്, പാലക്കാട്. പാലക്കാട്. കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ പാലക്കാട്. പാലക്കാട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പാലക്കാട്. വളരെ ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമാണല്ലോ. നിഷ്കളങ്കരായ ആളുകളുടെ ഒരു സ്ഥലമാണ് പാലക്കാട്. മരങ്ങളും ചെടികളും ഒക്കെ. അതെ. അങ്കിളെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും വൈഫും 4 പിള്ളേരും ഉണ്ട്. ഓ ശരി. കുട്ടികളൊക്കെ എവിടെയാണ്, എന്ത് ചെയ്യുന്നു? 2 കുട്ടികളുണ്ട്, അവര് ജോലിയിലാണ്. ബാക്കി 2 കൊച്ചു പിള്ളേരാ, അതായത് മക്കളുടെ മക്കളാ. ഓ ശരി. ഓക്കെ. മക്കളുടെ മക്കളെ കാണുന്നവൻ ഭാഗ്യവാനാ. കർത്താവിന്റെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ഉള്ളവരാണത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. എന്നാലും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങള് അങ്കിളിന് വേണ്ടി, അങ്കിള് ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ കൃപയോ എന്നുമുള്ളത്. അങ്കിള് 2 വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത്. ആ പാട്ട്. ഓക്കെ, തീർച്ചയായിട്ടും അങ്കിളിന് വേണ്ടിട്ട് ആ പാട്ട് ഞങ്ങൾ പാടുന്നതായിരിക്കും. അത് മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രിയ ആന്റിക്കും ഒക്കെ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആ സോങ്. വീണ്ടും വിളിക്കണം കേട്ടോ. എല്ലാവിധ അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കട്ടെ. നന്ദി. അനുഗ്രഹങ്ങൾക്ക് നന്ദി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു അങ്കിൾ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ തോമസ് അങ്കിളാണ്, ഫ്രം പാലക്കാട്. ഒരു ബ്ലെസ്സിങ് മാൻ ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിലെ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലേ? മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ മക്കളെ കൊണ്ട് തന്റെ ആവനാഴികം നിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലേ? അപ്പം ഒത്തിരി ബ്ലെസ്സിങ് ആയിട്ട് പോകുന്ന അദ്ദേഹം നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന പാട്ട് യേശു നല്ലവൻ അവൻ വല്ലഭൻ അവന്റെ ദയോ എന്നും അവന്റെ ദയ എന്നും എന്നേക്കും തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അല്ലേ? അതാണ് നമ്മുടെ ഒരു ദൃഢ നിശ്ചയം. നമുക്ക് ആ പാട്ടിലേക്ക് കടക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെതിൽ എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെതിൽ എന്നെ കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ്, അല്ലേ? വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ഫാമിലി ബ്ലെസ്സിങ് സോങ് ചോദിച്ചു, അല്ലേ? ഇന്നത്തെ നമ്മുടെ കോളേഴ്സ് എല്ലാം ഭയങ്കര ബ്ലെസ്സഡ് പീപ്പിൾ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൈം അങ്ങനെ കഴിയുകയാണ്, അല്ലേ? നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടാത്തവർക്കൊക്കെ വിഷമമായിരിക്കും. നമുക്ക് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് തിരികെ വരാം. ഇന്ന് ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാതെ പോയവരാരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി അടുത്ത എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ ട്രൈ ചെയ്യുക. അതെ, നിങ്ങളുടെ കോളുകൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്.
മനോഹരമായ കുറച്ച് അനവധി നല്ല ഗാനങ്ങളുമായിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് ചിലവഴിക്കാനായി സാധിച്ചു. ഇനിയും തുടർന്നുള്ള എപ്പിസോഡുകളിലും നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണുന്നതുവരെ ദൈവം നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.